നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഹൃദ്രോഗങ്ങളെ പറ്റിയിട്ടാണ്. പൊതുവെ ഹൃദ്രോഗം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഹാർട്ട് അറ്റാക്കിനെ പറ്റിയിട്ടാണ്. പക്ഷേ ഈ ഹൃദ്രോഗം അതല്ലാണ്ട് തന്നെ ഒരുപാട് വെറൈറ്റി ഡിസീസുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഹൃദ്രോഗത്തെ പറ്റി ഒന്ന് ലഘുവായി വിശദീകരിക്കാൻ പറ്റും? നമുക്ക് കൺഫ്യൂഷൻ മാറ്റാനുള്ള ടെക്നിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഹാർട്ടിനെ ഒരു വീടിനോട് സദൃശ്യപ്പെടുത്തുക. അപ്പോൾ വീടിന് ഒരു ഭിത്തി ഉണ്ടാവും. ഈ ഭിത്തി എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ മസിലാണ്. ഈ ഹാർട്ടിൻ്റെ മസിലാണ് നമ്മുടെ ഹാർട്ടിൻ്റെ രക്തം മുഴുവൻ പമ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ മസിൽ ശക്തിയില്ലാണ്ടാവുമ്പോഴാണ് നമ്മൾ ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ഹാർട്ടിന് പമ്പിങ് കുറയുന്ന അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള എന്താണ്, നമുക്കൊരു പ്ലംബിംഗ് സിസ്റ്റം ഉണ്ട്, വെള്ളം വരുന്നൊരു സിസ്റ്റം ഉണ്ട്. അതുപോലെ ഹാർട്ടിന് ഒരു രക്തനാളങ്ങളുണ്ട്. ഈ രക്തനാളങ്ങൾ ബ്ലോക്ക് വരുമ്പോഴാണ് നമുക്ക് ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത്. അതുപോലെ നമ്മുടെ വീടിന് ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ട്, വയറിംഗ് ഉണ്ട്. അപ്പോൾ ഹാർട്ടിന് അതുപോലെ ഒരു നാഡികളുണ്ട്. ഈ നാഡികളിൽ തടസ്സം വരുന്നതും നമുക്ക് പേസ് മേക്കറിൻ്റെ ആവശ്യം വരുന്നതും. ഇതുപോലെ നമ്മളെ വീട്ടിനകത്ത് മുറികളുള്ള പോലെ ഹാർട്ടിൻ്റെ അകത്ത് 4 അറകളുണ്ട്. അത് നമ്മൾ കണക്ട് ചെയ്യുന്ന കുറച്ച് വാൾവുകളുണ്ട്. അപ്പോൾ ഈ വാൾവുകൾക്ക് ഡാമേജ് വരുമ്പോഴും ഹാർട്ടിന് അസുഖം വരുന്നതാണ്. അതുപോലെ നമ്മുടെ വീട്ടിന് ചുറ്റും ഒരു മതിലുണ്ട്. അതുപോലെ ഹാർട്ടിന് ചുറ്റും ഒരു കവറിങ് ഉണ്ട്, അതിൻ്റെ പേരാണ് പെരിക്കാർഡിയം. അപ്പോൾ ഇതിൻ്റെ അസുഖങ്ങളെയാണ് പെരിക്കാർഡിയൽ ഡിസീസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടി എങ്ങനെയാണ് ഹാർട്ടിൻ്റെ അസുഖങ്ങളെന്ന്. ഇപ്പോൾ ഡോക്ടർ വിശദീകരിച്ചതിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് വാൽവുലാർ ഹാർട്ട് ഡിസീസ് അല്ലെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ അറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാൽവുകളുടെ ഡിസീസ് എന്തൊക്കെയാണെന്ന് കുറച്ചുകൂടി ഒന്ന് വിശദീകരിക്കാൻ പറ്റും? നമ്മുടെ ഹൃദയത്തിന് പ്രധാനപ്പെട്ട 4 വാൾവുകളുണ്ട്. 2 വാൾവുകൾ വലതുവശത്തും 2 വാൾവുകൾ ഇടതുവശത്തുമുണ്ട്. സാധാരണ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വാൾവുകൾ ചുരുങ്ങാറുണ്ട്. അതുപോലെ തന്നെ വാൾവുകൾ ലീക്ക് സംഭവിക്കാറുണ്ട്. ഇതുകൊണ്ടുള്ള സാധാരണ വ്യത്യാസങ്ങളാണ് നമ്മൾ കാണാറുള്ളത്. പണ്ട് കാലത്ത് റുമാറ്റിക് ഫീവർ, അതായത് വാതപ്പനി വന്ന ശേഷം കുട്ടികളിൽ സാധാരണ ഒരു 10-15 വയസ്സിൽ ജോയിൻറ്റ് പെയിൻ വരുന്നു, പനി വരുന്നു. അതിനുശേഷം ഇത് വാൾവുകളെ എഫക്റ്റ് ചെയ്യുന്നു. അതാണ് കൂടുതലായി കണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ വളരെയധികം ഇന്ത്യ പുരോഗമിച്ചപ്പോൾ റുമാറ്റിക് ഫീവർ ഇന്ന് വളരെയധികം കുറഞ്ഞു. ഇന്ന് നമ്മൾ കാണുന്നത് വയസ്സുള്ള വ്യക്തികളിൽ, പ്രായമുള്ള വ്യക്തികൾ 60-70 വയസ്സുള്ള വ്യക്തികളിൽ വാൾ ചുരുങ്ങുന്നതാണ് കാണുന്നത്. സാധാരണ കാണുന്ന ആ ചുരുക്കത്തിനെയാണ് നമ്മൾ അയോർട്ടിക് സ്റ്റീനോസിസ് എന്ന് പറയുന്നത്. പൊതുവേ വരുന്ന ഈ വാൽവുലാർ ഹാർട്ട് ഡിസീസ് ഇപ്പോൾ പറഞ്ഞതിനകത്ത് അതിൽ പൊതുവായി കാണുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഏറ്റവും സാധാരണമായി കാണുന്ന ലക്ഷണം എന്ന് വെച്ചാൽ കിതപ്പാണ്. നമുക്ക് പണ്ട് നടന്നിരുന്ന പോലെ നടക്കാൻ സാധിക്കുക. നടക്കുമ്പോൾ തന്നെ നമുക്ക് കിതപ്പ് വരിക. ആദ്യമൊക്കെ നമ്മൾ വലിയ ഡിസ്റ്റൻസ് നടക്കുമ്പോഴായിരിക്കും കിതപ്പ് വരുന്നത്. പിന്നെ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസിൽ പോലും നമുക്ക് കിതപ്പ് വന്നു തുടങ്ങും. ചെറിയൊരു സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ കിതപ്പ് വരുന്നു. മനസ്സിലായി? ഇതാണ് ആദ്യമായി കാണുന്നത്. പിന്നെ നമുക്കുണ്ടാകുന്ന ഒരു രോഗലക്ഷണം എന്നത് നെഞ്ചുവേദനയാണ്. അത് സാധാരണ വാൾവുള്ള നെഞ്ചുവേദന, രാത്രി സമയം ഉണ്ടാകുന്ന നെഞ്ചുവേദനയാണ് സാധാരണ കാണുന്നത്. തലചിറ്റൽ, തലകറക്കം, ബോധക്ഷയം, ഇത് കുറച്ച് സൂക്ഷിക്കേണ്ട ഒരു രോഗലക്ഷണമാണ്. അപ്പോൾ വാൾവിൻ്റെ അസുഖം വളരെയധികം കൂടുമ്പോഴാണ് ഈ സാധാരണ ലക്ഷണം കാണുന്നത്. ചില വ്യക്തികൾ, നമ്മൾ നേരത്തെ പറഞ്ഞു വാൾവ് ലീക്ക് ഉണ്ടാവും. ഈ വ്യക്തികളിൽ ഹാർട്ടിൻ്റെ ഇടുപ്പ്, അതിന് നമ്മുടെ പാൽപിറ്റേഷൻ, നമ്മൾ ഇടുപ്പുകൾ കൂടുന്നതായിട്ട് പലപ്പോഴും വരും. ഇങ്ങനെയെല്ലാം വരുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു വൈദ്യസഹായം നേടണം. വാൽവുലാർ ഡിസീസിന് പൊതുവേ അറിയപ്പെടുന്നത് വാൽവിന് തകരാറ് വന്നു കഴിഞ്ഞാൽ ശസ്ത്രക്രിയ ചെയ്ത് വാൽവ് മാറ്റിവെക്കുക എന്നൊരു ചികിത്സാ രീതി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതല്ലാതെ അല്ലാന്നുണ്ടെങ്കിൽ നൂതനമായ ചികിത്സാ രീതികൾ എന്തെങ്കിലും ഇപ്പോൾ പ്രചാരത്തിലുണ്ട്? ശരിയാണ്. കഴിഞ്ഞ ഒരു 15 വർഷം മുമ്പ് വരികയാണെങ്കിൽ എന്തും നമുക്ക് ഒരു സർജനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമാണ്. ഇന്ന് നമുക്ക് പല വാൾവുകളും നമുക്ക് ഓപ്പറേഷൻ കൂടാതെ കാലിലെയോ കഴുത്തിലെയോ രക്തനാളങ്ങളിലൂടെ കത്തീറ്ററിൻ്റെ സഹായത്തോടെ വാൾവുകൾ ഘടിപ്പിക്കാൻ സാധിക്കുന്നത് ട്രാൻസ് കത്തീറ്റർ വാൾ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഇന്ന് കൂടി വരികയാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ടാവി അല്ലെങ്കിൽ ട്രാൻസ് കത്തീറ്റർ അയോർട്ടിക് വാൾ റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞത് അത് ഇടതുവശത്തെ അല്ലെങ്കിൽ മഹാധമനിയെ കണക്ട് ചെയ്യുന്ന വാൽവിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റു വാൽവുകൾ, ഹാർട്ടിൻ്റെ മൊത്തം 4 വാൽവുണ്ടല്ലോ, മറ്റു വാൽവുകൾക്കും ഇതേ ചികിത്സാ രീതി പ്രയോജനപ്പെടുത്താവുന്നതാണോ? അതെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണുന്ന പ്രായമുള്ള വ്യക്തികൾ കാണുന്ന വാൾവ് ഡിസീസ് അയോർട്ടിക് സ്റ്റീനോസിസ് ആയതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ് കത്തീറ്റർ അയോർട്ടിക് വാൾ ഇംപ്ലാന്റേഷൻ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ മൈട്രൽ വാൾ, നമ്മൾ ഇടതുവശത്ത് മറ്റൊരു വലിയ വാൾവാണ് മൈട്രൽ വാൾ. അതിൻ്റെ ലീക്കുകൾ വളരെ സാധാരണ കാണാറുണ്ട്. ഈ വാൾവുകളെ നമുക്ക് ക്ലിപ്പ് ചെയ്ത് ഈ വാൾവ് ലീക്കുകൾ കുറയ്ക്കാൻ സാധിക്കുന്നു. പണ്ടുകൊണ്ട് നമ്മൾ ചെയ്തിരുന്ന മറ്റു ചികിത്സയാണ് ഈ വാൾവ് ചുരുങ്ങുമ്പോൾ, റുമാറ്റിക് ഫീവറിലെല്ലാം നമ്മൾ ചുരുങ്ങുമ്പോൾ ഈ വാൾവുകളെ ബലൂൺ മൈട്രോളമി വഴി ഈ വാൾവുകളെ നമുക്ക് തുറക്കാൻ സാധിക്കുന്നു. അത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ വലതുവശത്തെ വാൾവുകളിൽ നമുക്ക് ചികിത്സ തുടങ്ങാൻ സാധിച്ചു. ട്രൈക്കസ്പിഡ് വാൾ ലീക്കുകൾ വരുമ്പോൾ നമ്മൾ വെയിനുകൾ 2 വാൾ ഘടിപ്പിച്ച് ഈ ലീക്കുകൾ കുറയ്ക്കാൻ സാധിക്കുന്നു. പൾമറി വാൾവ്, നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന മറ്റൊരു വലിയൊരു വാൾവാണ് പൾമറി വാൾവ്. അത് സാധാരണ കുട്ടികളിലൊക്കെയാണ് അതിൽ തടസ്സവും നീക്കുകൾ കാണുന്നത്. അത് നമുക്ക് വാൾവ് റീപ്ലേസ്മെൻറ്റ് ഇന്ന് സാധ്യമാണ്. പൊതുവെ ശസ്ത്രക്രിയ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ ഇങ്ങനെയുള്ള ട്രാൻസ് കത്തീറ്റർ അയോർട്ടിക് വാൾവ് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ടാവി എന്നൊരു പുതിയ ചികിത്സാ രീതി പ്രയോജനപ്പെടുത്തുന്നത്. അതിന് മറ്റു പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്?
ഏറ്റവും വലിയ പ്രയോജനം എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ പേടി എന്ന് വെച്ചാൽ എന്താണ്, നമ്മളൊരു വലിയൊരു ഓപ്പറേഷൻ, നെഞ്ച് തുറന്നുള്ളൊരു ഓപ്പറേഷൻ, ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമുണ്ട്. നമ്മൾ ട്രാൻസ് കത്തീഡ്രൽ പ്രൊസീജിയറിൽ നമുക്ക് നെഞ്ച് തുറക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കീ ഹോൾ രൂപത്തിലൂടെയാണ് വാൾവുകൾ ഘടിപ്പിക്കുന്നത്. അത് ഏറ്റവും വലിയ പ്രയോജനം. സാധാരണ നമ്മൾ എല്ലാ സർജറികളിലും, വലിയ മേജർ സർജറികളിലും നമുക്ക് ജനറൽ അനസ്തേഷ്യ ആവശ്യമുണ്ട്. ഈ ട്രാൻസ് കത്തീഡ്രൽ പ്രൊസീജിയറിലാണെങ്കിൽ നമുക്ക് വെറും ലോക്കൽ അനസ്തേഷ്യയും ചെറിയൊരു സെഡേഷൻ മാത്രം മതി. മാത്രമല്ല നമ്മൾ 1-2 മണിക്കൂറത്തെ പ്രൊസീജിയർ, അത് കഴിയുമ്പോഴേക്കും പേഷ്യൻ്റ് വളരെ പഴയ പോലെ രീതിയിലേക്ക് ആവുന്നു. 1-2 ദിവസം, മാക്സിമം 3 ദിവസത്തിലുള്ള പേഷ്യൻ്റ് ഡിസ്ചാർജ് ആവുന്നു. അപ്പോൾ ഹോസ്പിറ്റൽ സ്റ്റേ വളരെ കുറയുന്നു. പെട്ടെന്ന് നമ്മുടെ പഴയ കാര്യങ്ങൾക്ക് നമുക്ക് റീഗെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഴയ പോലെ ജോലിയിലേക്ക് കടക്കാൻ സാധിക്കുന്നു. ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത പൊതുവെ വളരെ കുറവാണ്. കാരണം നമ്മൾ ചെസ്റ്റിന് ഓപ്പൺ ചെയ്യുന്നില്ല, ഡ്രെയിനുകൾ ഉപയോഗിക്കുന്നില്ല, ഇൻഫെക്ഷൻ വളരെ കുറവാണ്. മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ ഉപയോഗിക്കുന്ന ടിഷ്യൂ വാൾവുകളാണ്. അപ്പോൾ അതിൻ്റെ സാധാരണ മറ്റു വാൾവ്, മെക്കാനിക്കൽ വാൾവ് എല്ലാം ടിഷ്യൂ വാൾവ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ബ്ലഡ് തെഞ്ച് ചെയ്യാനുള്ള മരുന്നുകൾ വളരെ കുറച്ച് മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ നൂതന ചികിത്സാ രീതി ആകുമ്പോഴത്തേക്കും അതിനെ ചികിത്സാ ചെലവ് എപ്പോഴും ഒരു ആശങ്കയുള്ള കാര്യമാണ്. അതിൻ്റെ ഇപ്പോഴത്തെ നിലവാരം എങ്ങനെയാണ് എന്നൊന്ന് പറയാം. നമ്മൾ വാൾവ് റീപ്ലേസ്മെൻറ്റ് തുടങ്ങിയ കാലഘട്ടം, ഒരു 10 വർഷം മുമ്പാണെങ്കിൽ നമുക്ക് ഈ വാൾവുകളുടെ സർജറി വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. ഒരു വാൾവ് മാറ്റാന്ന് വെച്ചാൽ 25 ലക്ഷത്തോളം നമുക്ക് ചിലവുകൾ വന്നിരുന്നു. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം തന്നെ മേക്ക് ഇന്ത്യ പോളിസി പോലെ തന്നെ ഇന്ത്യയിൽ വാൾവുകൾ നിർമ്മിക്കാൻ തുടങ്ങി. അതും ഗുണനിലവാരമുള്ള വാൾവുകൾ. അത് ഇവിടുത്തെ വാൾവ് പലതും മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് അവിടെ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം നമ്മുടെ വാൾവുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനെല്ലാം വില പണ്ടത്തെ വാൾവിനേക്കാളും പകുതിയിൽ കുറവാണ്. ഇനിയും കാലം ചെല്ലുന്തോറും പുതിയ വാൾവുകൾ ഇന്ത്യൻ നിർമ്മാതാക്കൾ ഉണ്ടാക്കുന്ന വഴി ഈ വാൾവ് ചിലവ് ഇനിയും കുറയും. അപ്പോൾ എൻ്റെ വിശ്വാസം ആൻജിയോപ്ലാസ്റ്റി നമ്മുടെ സ്റ്റെൻറ്റുകളുടെ വില കുറഞ്ഞ പോലെ തന്നെ വാൾവുകൾ വില കുറയും. ഇനിയും മറ്റുള്ളവർ കുറേ പേഷ്യൻസിന് ഇത് ബെനിഫിഷ്യലായി മാറുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായി ഇത്തരം ഈ നൂതന ചികിത്സാ രീതി വളരെയധികം പ്രചാരത്തിലുണ്ട്. രാജഗിരിയിൽ ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഈ വാൽവ് നൂതന ചികിത്സ? നമ്മൾ തുടങ്ങിയത് അയോട്ടിക് വാൾ ഇംപ്ലാന്റേഷൻ വഴിയാണ് തുടങ്ങിയത്. നമ്മൾ 5-6 കൊല്ലം മുമ്പാണ് തുടങ്ങിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് 25 കേസ് അയോട്ടിക് വാൾ ഇംപ്ലാന്റേഷൻ നമ്മൾ ചെയ്തു. എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. അതുപോലെ ദൈവാനുഗ്രഹം എല്ലാം നല്ല സക്സസ്ഫുള്ളായി നടന്നു. ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ വളരെ മിനിമലായിരുന്നു. അതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്ന ഇതുകളായിരുന്നു. പിന്നെ നമ്മളതിന് ശേഷം കേരളത്തെ ആദ്യത്തെയും രണ്ടാമത്തെയും ട്രൈക്കസ്പിഡ് വാളിൽ ട്രിക്ക് വാൾ ഇംപ്ലാന്റേഷൻ ചെയ്തു. ഞാൻ പറഞ്ഞു വലതുവശത്തെ വാൾ ലീക്ക് വരുമ്പോൾ ട്രിക്ക് വാൾ ഇംപ്ലാന്റേഷൻ ചെയ്തു. ഈ പേഷ്യൻസ് കഴിഞ്ഞ 3.5 കൊല്ലമായിട്ട് നന്നായി പോകുന്നു. നമ്മളൊരു മൈട്ര ക്ലിപ്പ് പ്രൊസീജിയർ ചെയ്തു. ഈ ക്ലിപ്പ് ശേഷം ആ പേഷ്യൻറ്റും നന്നായി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ വളരെയധികം ബലൂൺ മൈട്രൽ വാൾ വട്ടിമൽ ചെയ്യുന്നു. ബലൂൺ വെച്ച് വാൾവുകളെ നമ്മൾ വികസിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറേ കൊല്ലങ്ങളായിട്ട് ചെയ്യുന്നതാണ്. ആ വ്യക്തികളെല്ലാം വാൾ ഓപ്പറേഷൻ കൂടാതെ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ മെക്കാനിക്കൽ വാൾവ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതിന് ലൈഫ് സ്പാൻ അങ്ങനെ കിട്ടുന്നുണ്ടാവുമായിരിക്കും. ഇതിന് നമ്മളിപ്പോൾ പുതിയ വാൾവുകളുടെ ലൈഫ് സ്പാൻ ഭയങ്കരമായിട്ട് കൂടിയിരുന്നു. തുടക്കകാലത്ത് നമ്മൾ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 10 കൊല്ലത്തിനുള്ളിൽ മിക്ക വാൾവുകളും ഡിജനറേറ്റ് ചെയ്യുമായിരുന്നു. ഇന്ന് ഈ നമ്മൾ പറയുന്നു ഓരോ തവണയും നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്ന വഴി ഇന്ന് 15-20 വർഷം വരെ ഇത് നീട്ടാൻ നമുക്ക് സാധിക്കും. പക്ഷേ മെക്കാനിക്കൽ വാൾവിന് അതിലും കൂടുതൽ നിൽക്കാനുള്ള അതുകൊണ്ട് മെക്കാനിക്കൽ വാൾവ് ആകുമ്പോഴത്തേക്കും നമുക്ക് ആന്റികോയാഗുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് തിന്നേഴ്സ് അതാണ് നമ്മുടെ മെക്കാനിക്കൽ വാൾവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ മെക്കാനിക്കൽ വാൾവിൽ നമ്മൾ ബ്ലഡ് തിഞ്ചിന് മരുന്നുകൾ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കണം. അതിന് നമ്മൾ വാർഫാരിൻ, അസിട്രോം എന്നുള്ള വൈറ്റമിൻ കെ ആൻറ്റഗോണിസ്റ്റ് മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. അതിന് ഒരു സൈഡിൽ ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്യും, അത് കുറഞ്ഞു പോയാൽ ക്ലോട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് INR ടെസ്റ്റിങ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് നമ്മൾ ഒരു തെറാപ്യൂട്ടിക് വിൻഡോ എന്ന് പറയും. ഒരു റേഞ്ചിൽ നിന്ന് ഒരു റേഞ്ച് വരെ നമ്മൾ കൊണ്ടുപോകണം. അത് പക്ഷേ അതിന് സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്തില്ലെങ്കിൽ എന്ത് വെച്ചെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ബ്ലീഡിംഗ് ആയി മാറും, നമ്മൾ പെട്ടെന്ന് മോശമാവും, അല്ലെങ്കിൽ ഈ വാള് അടഞ്ഞു പോകും, നമുക്ക് എമർജൻസി സർജറിക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ മോശമാവാനുള്ള സാധ്യത. അപ്പോൾ ടിഷ്യൂ വാൾവിലാണെങ്കിൽ നമ്മൾ ആസ്പിരിൻ, ക്ലോപ്പിഡോൾ പോലത്തെ ചെറിയ ഗുളികൾ മാത്രമേ ഉപയോഗിക്കണുള്ളൂ. അപ്പോൾ ബ്ലീഡിംഗ് റിസ്കുകൾ വളരെ കുറവാണ്. മാത്രമല്ല നമുക്കൊരു ഗുളിക, ഇപ്പോൾ ഒരു ഓപ്പറേഷൻ വന്നു, സർജറി വന്നു, നമുക്ക് ഗുളിക നിർത്തണം. 5 ദിവസം നിർത്തുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ആക്ഷൻ പെട്ടെന്ന് കുറയും. പിന്നെ രണ്ടാമത് പെട്ടെന്ന് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഈ ടിഷ്യൂ വാൽവ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഒരു ഫോറിൻ മെറ്റീരിയൽ പോലെ തന്നെയാണല്ലോ. അന്നേരം അതിൻ്റെ അലർജി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മൾ വളരെയധികം അലർജികളും വെച്ച് നമ്മൾ ലോകത്തിലെ എല്ലാത്തിനും അലർജിയുള്ള വ്യക്തികളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു ശതമാനം നമ്മൾ ചെയ്ത 99% ആൾക്കാരിലും ഇതിലൊന്നും അലർജി ഉണ്ടാവാറില്ല. അതായിരിക്കും ഡോക്ടർ പറഞ്ഞില്ലേ നേരത്തെ ആ ട്രീറ്റ്മെന്റ് ഒരു മൾട്ടിപ്പിൾ ട്രീറ്റ്മെന്റ് വഴിയാണ് സാധാരണ ഒരു ടിഷ്യൂ എടുത്ത് നേരെ ഫിറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അത് നമ്മൾ അതിന് ഡീസെൻസിറ്റൈസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അതിലുള്ള അഴുക്കളെല്ലാം കളഞ്ഞ് അതിന് ബ്ലഡ് സപ്ലൈ ഒന്നും ഇല്ലാതെ ആക്കിയിട്ടാണ് നമ്മൾ അതിനെ ഒരു വാൾ രൂപത്തിലേക്ക് മാറ്റിയിട്ട് ആ ടിഷ്യൂവിന് വെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചർച്ചയിലൂടെ ഡോക്ടർ വിശദീകരിച്ചത് ഇപ്പോൾ വാൽവിന് സംബന്ധമായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഡിസീസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ നൂതനമായ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്. അതിന് പൊതുവായ ലക്ഷണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞിരുന്നു പ്രധാനമായിട്ടും നടക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന കിതപ്പ്, അല്ലെങ്കിൽ നെഞ്ചുവേദന, അല്ലെങ്കിൽ തലകറക്കം വരിക, അടിക്കടി ഉണ്ടാകുന്ന ബോധക്ഷയം, ഇത്തരം ലക്ഷണങ്ങൾ വരുമ്പോഴത്തേക്ക് രോഗികൾ പെട്ടെന്ന് തന്നെ ഒരു വൈദ്യസഹായം തേടേണ്ട അത്യാവശ്യമാണ്. അതുമല്ല സ്പെഷ്യൽ വാൽവ് ക്ലിനിക്
അല്ലാന്നുണ്ടെങ്കിൽ നൂതനമായ ചികിത്സാ രീതി, ശസ്ത്രക്രിയയും സജീവമായി പ്രവർത്തിക്കുന്ന രാജഗിരി പോലെയുള്ള ഹോസ്പിറ്റലുകളിലെ ഈ ഒരു ചികിത്സാ സഹായം രോഗികൾക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.